കെ ഉസ്താദ് പഠിപ്പിച്ചതുപോലെ, പിന്നീട് താജുൽ ഉലമ പഠിപ്പിച്ചു തന്നതുപോലെ മഹാനായ എ പി ഉസ്താദ് തന്റെ അനുയായികൾക്ക് ആവശ്യമായ നിർദ്ദേശം കൊടുക്കുകയാണ്. നിർദ്ദേശം കൊടുത്തിട്ട് അവിടുന്ന് പറഞ്ഞത്, ആ ഭരണാധികാരിയെ ഇനി MLA ആക്കാൻ പാടില്ല. യഥാർത്ഥത്തിൽ അത് എ പി ഉസ്താദ് പ്രസംഗത്തിലൂടെയല്ല നിർദ്ദേശം കൊടുത്തത്. പക്ഷേ ആ മർക്കസിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ് നൂറുദ്ദീൻ. ആ നൂറുദ്ദീന്റെ സ്മരണ പുതുക്കുന്ന, അല്ലെങ്കിൽ ആ മർക്കസിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥികളുടെ കൺവെൻഷൻ നടക്കുമ്പോൾ ആ കൺവെൻഷനിൽ സജീവമായി പങ്കെടുക്കേണ്ട നൂറുദ്ദീൻ എന്ന് പറയുന്ന തന്റെ അരുമ ശിഷ്യന്റെ സ്മരണകൾ കാന്തപുരം ഉസ്താദിന്റെ മനസ്സിലേക്ക് വരുമ്പോൾ ആ പരിപാടിയിൽ വെച്ച് മനുഷ്യരെ കൊല്ലൽ തെറ്റാണെന്ന് പഠിപ്പിച്ചു കൊടുത്ത കൂട്ടത്തിൽ എ പി ഉസ്താദ് പറഞ്ഞു, എന്തേ അങ്ങനെ കൊലപാതകത്തിന് കൂട്ടുനിൽക്കുന്ന ശംസുദ്ദീൻ മണ്ണാർക്കാട് ജയിക്കാൻ പാടില്ല, അയാളെ തോൽപ്പിക്കണം എന്ന് എ പി ഉസ്താദ് പറയുമ്പോൾ എ പി ഉസ്താദിനറിയാം മണ്ണാർക്കാട് മഹലിൽ മുഴുവൻ, മണ്ണാർക്കാട് മണ്ഡലത്തിലുള്ളത് മുഴുവൻ എ പി സുന്നിയല്ലാന്ന് ഉസ്താദിനറിയാം. എല്ലാവർക്കും അറിയാം ആ മണ്ഡലത്തിലെ വോട്ടർമാർ മുഴുവനും മുസ്ലിമീങ്ങൾ പോലുമല്ല. പിന്നെന്തുകൊണ്ടാ തന്റെ അനുയായികളോട് അവരുടെ പ്രതിഷേധം അറിയിക്കണമെന്നും കൂട്ടത്തിൽ ഈ ഒരു നന്മയ്ക്ക് വേണ്ടി കൂടെ നിൽക്കാൻ പൊതുസമൂഹം സന്നദ്ധമാകണമെന്നും മാത്രമാണ് എ പി ഉസ്താദ് പ്രസംഗിച്ചത്. അത് തന്നെ ഒരു പ്രഖ്യാപനം നടത്തിയതല്ല. എ പി ഉസ്താദ് മണ്ണാർക്കാട് ഇലക്ഷന്റെ ശേഷം ഗൾഫിൽ പോയപ്പോ പറഞ്ഞു, ഞാൻ പത്രസമ്മേളനം നടത്തി പറഞ്ഞൊരു കാര്യമല്ലാതെ ഞാനൊരു പ്രസ്താവന ഇറക്കിയതുമല്ല. ഒരു പൂർവ്വ വിദ്യാർത്ഥികളുടെ മീറ്റിംഗിൽ ഞാൻ സംസാരിച്ചപ്പോൾ വന്നുപോയൊരു വാക്കാണ്, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നും എ പി ഉസ്താദ് പറഞ്ഞു. അത് തോറ്റപ്പോ പറഞ്ഞതല്ല. ഇലക്ഷൻ നടക്കുന്നതിന്റെ ഒരാഴ്ച മുമ്പ് 10-ാം തീയതി ഇതേ വിഷയം ഞങ്ങളൊക്കെ സംസാരിച്ചപ്പോ പറഞ്ഞിട്ടുണ്ട്. എ പി ഉസ്താദ് ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞതല്ല. അത് ജയിക്കുകയും തോൽക്കുകയും റിസൾട്ട് വരികയും ചെയ്യുന്നതിന്റെ മുമ്പ് തന്നെ ഉസ്താദ് എന്താ പറഞ്ഞു എന്ന് അറിയുന്ന അനുയായികൾ അത് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. അത് തോറ്റപ്പം മലക്കം പറഞ്ഞതാ എന്ന് ദുർവ്യാഖ്യാനിക്കുന്നത് സ്വയം മനസ്സമാധാനത്തിന് വേണ്ടിയാണ്. അങ്ങനെ ശംസുദ്ദീൻ തോറ്റതിന്റെ പശ്ചാത്തലം സമയം പോലെ ചുരുക്കി നമുക്ക് വിശദീകരിക്കാം. പക്ഷേ ആ തോറ്റതിന്റെ പേരിൽ ഇപ്പോൾ നടക്കുന്നത് എന്താ? ഈ 2 ദിവസം മുമ്പ് മണ്ണാർക്കാട് പരിപാടി വെച്ചു. ആരാ പരിപാടി വെച്ചത്? മത്സരിച്ച UDF അല്ല, ഇലക്ഷനിൽ പങ്കെടുത്ത മുസ്ലിം ലീഗും അല്ല. പിന്നെയോ അവിടെ പരിപാടി വെച്ചത് ചേളാരി സമസ്തക്കാരാ. എന്നിട്ട് ആ പരിപാടി വെച്ചിട്ട് അവിടെ പറയുന്ന കാര്യങ്ങളോ ഈ കൊലപാതകത്തെ ന്യായീകരിക്കാനും കൊലപാതകത്തിന് കൂട്ടുനിന്നതിനെ വെള്ളപൂശാനും അതിനെ മറച്ചു പിടിക്കാനും വേണ്ടി ആ കൊല ചെയ്യപ്പെട്ട രക്തസാക്ഷികളെപ്പോലും വൃത്തികേടായി അവതരിപ്പിക്കുന്ന തോന്നിവാസം തലപ്പാവുള്ള ആലിമീങ്ങൾ ചെയ്യുകയാണ്. സുഹൃത്തുക്കളെ, അപകടമല്ലേ? അതിന്റെ പേരിൽ നോക്കൂ നിങ്ങൾ, അവിടെ പ്രസംഗിക്കാൻ കല്ലാങ്കുഴിയിൽ കൊല്ലപ്പെട്ടവരാണ് പ്രതികള്, മരിച്ചോനാ കുറ്റവാളിയാണ്, ആരല്ല കൊന്നോരല്ല എന്ന് പറഞ്ഞ് മൂല്യമാരെ അക്രമകാരികൾക്ക് വേദാന്തോന്തി കൊടുക്കുക. മണ്ഡലത്തിൽ വെച്ചുകൊണ്ട് വടശ്ശേരി അസമുസ്ലിയാർ പ്രസംഗിച്ചു. ഇവിടെ അദ്ദേഹം പ്രസംഗിച്ചു. എന്തൊക്കെയാണ് അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറഞ്ഞത്? 2 ശുഹദാക്കളെ കാര്യം പറഞ്ഞിട്ട്. ആരാ 2 ശുഹദാക്കൾ? കല്ലാങ്കുഴിയിൽ 2 ശുഹദാക്കൾ. നോക്കിങ്ങൾ, പച്ചയായി വെട്ടിമുറുക്കപ്പെട്ട 2 മനുഷ്യന്മാരെ കഥ പറയുമ്പോ മൂപ്പർക്ക് ഐസ് തിന്നണ ചെറിയും കളിയാണ്. വേദനയല്ലേ അത്? ഇങ്ങനെ ഉലമാക്കൾ അതപ്പതിച്ചു പോയാൽ വളരെ അപകടല്ലേ? ഈ 2 ശുഹദാക്കളുടെ കൂടെ ഒരാൾ കൂടി അന്ന് പരിക്കേറ്റിട്ടുണ്ട്. ഈ 3 ആളുകൾ ചരിത്രമെന്ന് പഠിക്കണ്ടേ? അതെ, കൊന്നോനെ പറ്റി ആലോചിച്ചല്ല, മരിച്ചോലെ ചരിത്രം പഠിക്കാഞ്ഞോല്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു കൊലപാതകം, ക്രൂരമായ 2 കൊലപാതകം നടന്നിട്ട് ആ കൊലപാതകികളെ കുറിച്ച് പഠിക്കാനും അവരെ പിടികൂടാനും പറയുന്നതിന് പകരം മരിച്ചോല കബറ് മാന്താനാ മൂല്യന്മാര് പോണത്. കൂട്ടത്തിലുണ്ടെന്നവർ ഈ ആളുകൾ കൊലപ്രതികളാണ്. ഒരു കേസിലെ കൊലപ്രതിയാണ് ഈ കൂട്ടത്തിൽപ്പെട്ട ഒരാള്. അവിടെ കൊല ചെയ്യപ്പെട്ട ഞങ്ങളുടെ 2 രക്തസാക്ഷികളിൽ ഒരാളും ഒരു കൊലപാതകത്തിലെന്നല്ല ഒരു പെറ്റി കേസിൽ പോലും പ്രതികളല്ല. അവർ ആ നാട്ടിലെ ആളുകൾക്ക് സ്വതക്ക കൊടുക്കുന്ന ഉദാരമതികളാണ്. ആ പള്ളിയിലെ ദീനിയായ കർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന സ്വാലിഹീങ്ങളാണ്. ആ നാട്ടിലെ മുഴുവൻ പ്രശ്നങ്ങൾക്കും ഉമറാക്കളെ പോലെ ഇടപെട്ടുകൊണ്ട് പരിഹാരം നിർദ്ദേശിക്കുന്ന മാന്യന്മാരും തറവാടികളുമാണ്. അവരെ കൊല ചെയ്ത ആളുകൾക്ക് കൊടപിടിച്ചുകൊണ്ട് കൊല ചെയ്യപ്പെട്ടവരെ മലീമസമായി അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ
ഇസ്ലാമിക മാനദണ്ഡം വെച്ചുപോട്ടെ, മനുഷ്യത്വപരമായി പോലും എത്ര ക്രൂരതയാണിത്. മാത്രമല്ല, നമ്മൾ പറഞ്ഞു മണ്ണാർക്കാട് മണ്ഡലത്തിലെ MLA ആയ ശംസുദ്ദീൻ എന്ന് പറയുന്ന വ്യക്തി, ആ വ്യക്തി ഇതിന് ഓശാന പാടുന്നുണ്ട്. അത് പറയാനുള്ള കാരണം എന്താണ്? മണ്ണാർക്കാട് മണ്ഡലത്തിലല്ല കല്ലാങ്കുഴി എന്ന പ്രദേശമെങ്കിലും മണ്ണാർക്കാട് മണ്ഡലത്തിന്റെ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് കല്ലാങ്കുഴി. ആ കൊലപാതകത്തിന്റെ നിയമപരമായ നടപടികളോ നിയന്ത്രിക്കപ്പെടുന്നതും പരിഹരിക്കപ്പെടുന്നതും ആ സ്റ്റേഷനിലാണ്. അതുകൊണ്ട് തീർച്ചയായും തന്റെ അധികാര പരിധിയുള്ള പോലീസ് സ്റ്റേഷനിൽ ഒരു MLAക്ക് ഇടപെടാൻ കഴിയും. അതിനെ പരിഹസിച്ച് കള്ളന്മാർക്ക് കൊടപിടിച്ചുകൊണ്ട് ഇയാൾ പറയാണ്, കേരളത്തിൽ ഒരു MLAക്ക് മാത്രമാണ് 2 മണ്ഡലം നോക്കാനുള്ള പണിയിലാണ്. നിങ്ങൾ അധികാര പരിധിയിൽപ്പെട്ട കല്ലാങ്കുടിയിൽ 2 പേരെ കൊല്ലപ്പെട്ടില്ലേ? ശംസുദ്ദീൻ MLAയുടെ അധികാര പരിധിയിൽപ്പെട്ടതല്ല കല്ലാങ്കുഴി. ശംസുദ്ദീന്റെ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് കല്ലാങ്കുഴി. ശംസുദ്ദീന്റെ മണ്ഡലത്തിലെ പോലീസ് സ്റ്റേഷന്റെ പരിധിയിലാണ് കല്ലാങ്കുഴി. കോങ്ങാട് മണ്ഡലത്തിന്റെ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് കല്ലാങ്കുഴിയെങ്കിൽ ഞങ്ങൾ ശംസുദ്ദീനെ വെറുതെ വിടും. എങ്ങനെയാണ് 2 ആളുകളെ കൊന്ന കൊലപാതകത്തിന് 1-ാം പ്രതിക്ക് പോലീസ് സ്റ്റേഷനിൽ എങ്ങനെയാണ് സ്വീകരണം കിട്ടിയത്? എങ്ങനെയാണ് അനാവശ്യമായ പരിഗണന കിട്ടിയത്? അതാണ് ഇന്ത്യ രാജ്യത്ത് അധികാരത്തിന്റെ ഇടപെടൽ. ഒരു MLAക്ക് മാത്രമാണ് ഇപ്പൊ 2 മണ്ഡലം നോക്കേണ്ട ഗതിയാണ്. മൂപ്പർ 1 മര്യാദക്ക് നോക്കിയാൽ മതി, നീതിയോടുകൂടെ 2 നോക്കണ്ട. ശംസുദ്ദീൻ മാത്രം മണ്ണാർക്കാട് നോക്കണം, കോങ്ങാട് മണ്ഡലം നോക്കണം. മാണ്ടേ മൂപ്പര് മണ്ണാർക്കാട് മാത്രം നോക്കിയാൽ മതി. ഒന്നിരിക്കെ തന്റെ മണ്ഡല പരിധിയിൽ അപ്പുറമുള്ള കല്ലാങ്കുഴിയിലെ കേസിൽ അയാൾ ഇടപെടാതിരിക്കുക, അല്ലെങ്കിൽ ഇടപെടുമ്പോ മാന്യമായി ഇടപെടുക. അത് 2മല്ല അയാൾ ചെയ്തത്. പുറത്തുള്ള ആ കേസിൽ തന്റെ മണ്ഡലത്തിലെ പോലീസ് സ്റ്റേഷന് ദുരുപയോഗം ചെയ്ത് പ്രതികൾക്ക് അയാൾ സംരക്ഷണം കൊടുത്തു. ആ കൊല നടന്ന വീട്ടിൽ അയാൾ ഒന്ന് പോയി നോക്കുക പോലും ചെയ്തില്ല. ഇനി മാത്രമല്ല, ആ MLA നീതിമാനല്ല എന്നും നീതിമാനാണ് എന്നയാൾ പറയുന്നത് പച്ചക്കള്ളമാണെന്നും തെളിയിക്കുന്ന ധാരാളം സംസാരങ്ങൾ മിനിയാന്ന് ചേളാരിക്കാർ നടത്തിയ പരിപാടിയിലുണ്ട്. MLA പ്രസംഗിക്കാണ്. എന്താ പ്രസംഗിക്കുന്നത്? ഞാനൊരു MLA എന്ന നിലക്ക് എല്ലാരോടും ഒരുപോലെയാണ് പെരുമാറിയത്. ആര് പറഞ്ഞു